നമസ്കാരം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തേർഡ് സെമസ്റ്റർ BBA സ്റ്റുഡൻസിന് കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് എന്ന വിഷയമാണ്. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്, അതിന്റെ ആൻസറുമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദി സ്കോപ്പ് ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിന്റെ സ്കോപ്പ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് നമുക്കറിയാം. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് വിച്ച് ആർ ഇഷ്യൂഡ് ഓർ are in conformity with the provisions of the applicable laws, customs, usage and business environment in India. നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള ബിസിനസ് എൻവയോൺമെന്റും യൂസേജും കസ്റ്റംസും അതുപോലെ തന്നെ നിലവിലുള്ള അപ്ലിക്കബിൾ ആയിട്ടുള്ള ലോസിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ അതിന്റെ കൺഫോമിറ്റി അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അതിന് വിപരീതമാവാത്ത രീതിയിൽ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഒന്നാണ് ദ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് by their very nature cannot and do not override the local regulations that govern the preparation and presentation of finance statement in the country. അപ്പം ഒരിക്കലും അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും ആ രാജ്യത്തിന്റെ ലോക്കലായിട്ടുള്ള നിയമങ്ങൾക്ക് കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്ന തരത്തിൽ ഒരിക്കലും സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിൽ അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും കോൺഫ്ലിക്റ്റ് ആവുന്ന രീതിയിൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിലെ കാര്യങ്ങളൊന്നും പറയില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇത് എന്തിനായിട്ടാണ് ഉപയോഗിക്കുന്നത്? നമുക്ക് ഫിനാൻസ് സ്റ്റേറ്റ്മെന്റും അത് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അതെങ്ങനെ പ്രസന്റ് ചെയ്യണം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സാധാരണയായിട്ട് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ദ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ആർ ഇന്റൻഡഡ് ടു അപ്ലൈ ഓൺലി ടു ഐറ്റംസ് ദാറ്റ് ആർ മെറ്റീരിയൽ. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അത് അപ്ലൈ ചെയ്യുന്നത് മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ കുറച്ച് സ്റ്റാൻഡേർഡ് പറയുകയാണെങ്കിൽ ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കാരണം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഇൻവെന്ററിയുടെ വാല്യൂഷന് വേണ്ടിയിട്ട്, അങ്ങനെ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് റിലേറ്റ് ടു വാല്യൂഷൻ ഓഫ് ഇൻവെന്ററീസ്. അപ്പോൾ അക്കൗണ്ടിംഗ് വാല്യൂഷൻ ഓഫ് ഇൻവെന്ററി വാല്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിനെ കുറിച്ച് ഇതാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 2 ആണ് ഇൻവെന്ററി വാല്യൂ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 2 pertain to valuation of inventories. A primary concern in accounting for inventory is determining the value at which inventories are recorded in the financial statement until the related revenue are recognized. അതായത് ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 2ന്റെ ആവശ്യകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 2 അനുസരിച്ചിട്ടാണ് നമ്മൾ ഇൻവെന്ററി വാല്യൂ ചെയ്യുന്നത്. ഈ സ്റ്റാൻഡേർഡ് എന്തിനു വേണ്ടിയിട്ടാണ്? ഏത് വാല്യൂ ആണ് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഇൻവെന്ററി ആയിട്ട് റെക്കോർഡ് ചെയ്യേണ്ടത്, ആ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിന്റെ പ്രൊസീജിയർ, കമ്പ്യൂട്ട് ചെയ്യാനുള്ള പ്രൊസീജിയർ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 2ൽ പറയുന്നത്. ഓക്കെ, this standard address the determination of such value including the assignment of cost of inventories and any write down thereof to net realizable value. അപ്പോൾ അക്കൗണ്ടിങ് ഈ ഒരു സ്റ്റാൻഡേർഡിൽ പറയുന്നത് ആ വാല്യൂ എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാം, പിന്നെ ഇൻക്ലൂഡിങ് അസൈൻമെന്റ് കോസ്റ്റ് ഓഫ് ഇൻവെന്ററിയുടെ കോസ്റ്റ് എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യാം, അതുപോലെ തന്നെ എന്തെങ്കിലും റൈറ്റ് ഡൗൺ, നെറ്റ് റിയലൈസബിൾ വാല്യൂയിൽ എന്തെങ്കിലും റൈറ്റ് ഡൗൺ ഉണ്ടെങ്കിൽ അതെങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 2ൽ പറയുന്നത്. അപ്പോൾ ഇൻവെന്ററിയുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഏതാണ്? അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 2 ആണ്. ഓക്കെ, then what do you mean by accounting ratio? Accounting ratios എന്ന് പറഞ്ഞാൽ എന്താണ്? Accounting ratios, an important subset of financial ratios, are a group of metrics used to measure the efficiency and the profitability of a company based on its financial report. അപ്പോൾ അക്കൗണ്ടിംഗ് റേഷ്യോ എന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ റേഷ്യോയുടെ ഒരു ഭാഗമായിട്ടുള്ള ഒന്നാണ് അക്കൗണ്ടിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. ഇത് ഒരു ഗ്രൂപ്പ് ഓഫ് റേഷ്യോസ് ആണ്, മെഷേഴ്സ് ആണ്. നമ്മൾ അത് ഉപയോഗിച്ചുകൊണ്ട് ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിൽ നിന്നും കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി, കമ്പനിയുടെ എഫിഷ്യൻസി തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, പഠിക്കുകയാണ്, അനലൈസ് ചെയ്യുകയാണ് ഈ റേഷ്യോസ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ദീസ് റേഷ്യോസ് ക്യാൻ ബി എംപ്ലോയ്ഡ് ടു അസസ് കമ്പനീസ് ഫണ്ടമെന്റൽ ആൻഡ് ഓഫർ ഇൻസൈറ്റ് ഇൻ ടു ഇറ്റ്സ് പെർഫോമൻസ് ഓവർ ദി ലാസ്റ്റ് ക്വാർട്ടർ ഓർ ഫിസിക്കൽ ഇയർ. അതായത് ഒരു ലാസ്റ്റ് ക്വാർട്ടർ ലാസ്റ്റ് 3 മാസം അല്ലെങ്കിൽ 4 മാസം ഈ കമ്പനി ഉണ്ടാക്കിയിട്ടുള്ള കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു കൊല്ലത്തേക്ക് ഉള്ള ഡാറ്റ ഉപയോഗിച്ച് കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എങ്ങനെയാണ്, കമ്പനി എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, കമ്പനിക്ക് ഏത് പ്രോഫിറ്റബിലിറ്റി എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇൻസൈറ്റ്, നമുക്കൊരു ഉൾക്കാഴ്ച തരുന്ന ഒരു ഭാഗമാണ് റേഷ്യോസ് എന്ന് പറയുന്നത്, അക്കൗണ്ടിംഗ് റേഷ്യോസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ഉണ്ട്, ലിക്വിഡിറ്റി റേഷ്യോസ് ഉണ്ട്, സോൾവൻസി റേഷ്യോസ് ഉണ്ട്. ഇത്തരം റേഷ്യോസിന്റെ ഒക്കെ പ്രത്യേകത, ലിക്വിഡിറ്റി റേഷ്യോസ് ആണെങ്കിൽ കമ്പനിയുടെ ലിക്വിഡിറ്റി പൊസിഷൻസ് അറിയാൻ വേണ്ടിയിട്ട്, അല്ലെ, സോൾവൻസി റേഷ്യോസ് ആണെങ്കിൽ ഡെപ്റ്റ് പേയ്മെന്റ് നടത്താനുള്ള കമ്പനിയുടെ കാപ്പബിലിറ്റി അറിയാൻ വേണ്ടിയിട്ട്, പ്രോഫിറ്റബിലിറ്റി റേഷ്യോ, കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള റേഷ്യോസ് ഉണ്ട്. അപ്പോൾ റേഷ്യോസ് ഉപയോഗിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ
എഫിഷ്യൻസിയും പ്രോഫിറ്റബിലിറ്റിയും ഒക്കെ ഒരു പർട്ടിക്കുലർ പീരീഡിലേക്കുള്ളത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് അത് ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ? പ്രോഫിറ്റബിലിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ആർ എ ക്ലാസ് ഓഫ് ഫിനാൻഷ്യൽ റേഷ്യോ യൂസ്ഡ് ടു അസസ് ബിസിനസ് എബിലിറ്റി ടു ജനറേറ്റ് ഏർണിംഗ് റിലേറ്റീവ് ടു ഇറ്റ്സ് റവന്യൂ, ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, ബാലൻസ് ഷീറ്റ് അസറ്റ്, ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി ഓവർ ടൈം. അതായത് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ എന്തിനുവേണ്ടി ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനിയുടെ ഏർണിംഗ് പവർ, ഏർണിംഗ് കപ്പാസിറ്റി ഏർണിംഗ് എബിലിറ്റി എത്രത്തോളം ഉണ്ട്, അതിന്റെ റവന്യൂയും ഓപ്പറേറ്റിംഗ് കോസ്റ്റും ബാലൻസ് ഷീറ്റ് അസറ്റും ഷെയർ ഹോൾഡർ ഇക്വിറ്റിയും ഒക്കെ വെച്ചിട്ട് കമ്പനിയുടെ എന്താണ് ഏർണിംഗ് കേപ്പബിലിറ്റി, ഏർണിംഗ് എബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫിനാൻഷ്യൽ റേഷ്യോയുടെ ഭാഗമായിട്ടുള്ള ഒരു റേഷ്യോ ആണ് എന്ത് ഈ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനടുത്തത് വാട്ട് ആർ ക്യാഷ് ഇക്വലൻസ്? ക്യാഷ് ഇക്വലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? Cash and cash equivalents refers to the line item on the balance sheet that report the value of a company's assets that are either in cash or can be quickly converted into cash. ക്യാഷ് ഇക്വലൻസ് എന്ന് പറഞ്ഞെങ്കിൽ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്ന ഒരു ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് ഭാഗത്ത് കാണിക്കുന്ന ഒന്നാണ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് പറയുന്നത്. ഇത് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനിയുടെ കയ്യിലുള്ള ക്യാഷിന്റെ രൂപത്തിലുള്ള ഐറ്റമോ അസറ്റ് ആയിട്ടുള്ള ക്യാഷിന്റെ രൂപത്തിലുള്ള ഐറ്റമോ അല്ലെങ്കിൽ എന്താണ് നമുക്ക് ക്വിക്കലി വളരെ വേഗത്തിൽ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റ് ഐറ്റത്തിനെയാണ് എന്ത് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് എന്ന് പറയുന്നത്. ക്യാഷ് അറ്റ് ബാങ്ക് എന്താണ്, പിന്നെ നമ്മുടെ കയ്യിലുള്ള ക്യാഷ്, പിന്നെ വളരെ വേഗത്തിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, ഇതൊക്കെ നമുക്ക് ചിലപ്പോൾ എന്താണ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് ആയിട്ട് പറയാം. വിത്തിൻ 24 ഹവേഴ്സിനുള്ളിൽ ക്യാഷ് ആയിട്ട് നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. വെരി ലിക്വിഡ് ആണ്. ഓക്കെ, then what do you mean by contingent asset? Contingent asset എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. എന്താണ് contingent asset? Contingent asset is a potential asset or economic benefit for a company that does not currently exist but may arise in near future. അപ്പോൾ contingent asset എന്ന് പറഞ്ഞെങ്കിൽ അത് ഒരു അസറ്റായി മാറുന്നത് ഡിപ്പെൻസ് അപ്പോൺ സർട്ടൻ കണ്ടീഷൻസ്. ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം അസറ്റായിട്ട് മാറുന്നു. ഇപ്പൊ നിലവിൽ കമ്പനിയുടെ അസറ്റ് അല്ലാത്ത ഒരു ഐറ്റത്തിനെ വിളിക്കുന്നവരാണ് കണ്ടിൻജന്റ് അസറ്റ് എന്ന് പറയുന്നത്. ഇത് സാധാരണ ബാലൻസ് ഷീറ്റിൽ നമ്മൾ താഴെ ഒരു നോട്ടായിട്ടാണ് കാണിക്കാറുള്ളത് ഏറ്റവും ഒടുവിലായിട്ട്. ഓക്കെ, ദ ഒക്കറൻസ് ഓഫ് സച്ച് കണ്ടിൻജന്റ് അസറ്റ് ഡിപ്പെൻസ് ഓൺ ദി occurrence or non-occurrence of particular set of event over which the company itself does not have full കൺട്രോൾ. ഒരു കമ്പനിക്ക് ഫുൾ കൺട്രോൾ ഇല്ലാത്ത ഒരു ഇവന്റ് നടക്കുന്നതിനെയോ അല്ലെങ്കിൽ നടക്കാതിരിക്കുന്നതിനെയോ ആശ്രയിച്ചിട്ടാണ് ഇത് അസറ്റ് ആവാതിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് സിങ്കിങ് ഫണ്ട്? എന്താണ് സിങ്കിങ് ഫണ്ട്? 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്താ സിങ്കിങ് ഫണ്ട്? എ സിങ്കിങ് ഫണ്ട് ഈസ് എ ഫണ്ട് കണ്ടെയ്നിങ് മണി സെറ്റ് അസൈഡ് ഓർ saved to pay off a debt or bond. The owner of the account regularly set aside a certain amount of money and use it exclusively for a specific purpose, typically to retire or reduce debt obligations. ഇപ്പൊ സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനി എന്താണ് ഡെപ്റ്റ് പേയ്മെന്റ് നടത്തുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾ മുൻകൂട്ടി കണ്ടിട്ട് പ്രോഫിറ്റിൽ നിന്നും മാറ്റി വെക്കുന്ന ഒരു സെർട്ടൈൻ മണി, കുറച്ച് പണത്തിന് വിളിക്കുന്ന പേരാണ് സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് ഡെപ്റ്റ് പേയ്മെന്റിന്, ഇപ്പൊ റിഡീം ചെയ്യുന്ന സമയത്തുള്ള ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട്, പിന്നെ എന്താണ് അസറ്റ് റീപ്ലേസ്മെന്റിനുള്ള ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു പർട്ടിക്കുലർ പീരീഡിൽ നമ്മൾ ഒരുമിച്ച് ക്യാഷ് എടുക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അതിനൊക്കെ വേണ്ടിയുള്ള ഫണ്ട്. അപ്പൊ അതിന് വേണ്ടി നമ്മൾ പ്രോഫിറ്റിൽ നിന്നും ഒരു ഇയറിൽ എന്താണ് സെർട്ടൈൻ എമൗണ്ട് മാറ്റി വെക്കുന്നതിനെയാണ് ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്ത് മാറ്റി വെക്കുന്ന ആ ഫണ്ടിനെ വിളിക്കുന്ന പേരാണ് സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ബോണ്ട് അല്ലെങ്കിൽ ഡെപ്റ്റ് പേയ്മെന്റിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സേവ് ചെയ്ത് വെക്കുന്ന മാറ്റി വെക്കുന്ന പണം, അതാണ് സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വാട്ട് ഈസ് IFRS കൺവെർജൻസ്? IFRS കൺവെർജൻസും അതുപോലെ തന്നെ IFRS അഡോപ്ഷനും മിക്കവാറും എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നോക്കുക, ദ കൺവെർജൻസ് ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് refers to the goal of establishing a single set of accounting standard that will be used internationally. In the context of International Financial Reporting Standard IFRS, convergence occur when a country accounting standard board aided by International Accounting Standard Board develop compatible accounting standard. Therefore, it is worth noting that countries converging with IFRS may sometimes deviate from the origin IFRS guidelines issued by the IASB. അതായത് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ IFRS കൺവെർജൻസ് എന്ന് പറയുകയാണെങ്കിൽ IFRS ഒരുപാട് എന്താണ് റൂൾസും IFRS ഒരുപാടെണ്ണം ഉണ്ട്. അപ്പം അതുപോലെ തന്നെ IASB, അത് ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്.
അപ്പൊ ഇതൊക്കെ അനുസരിച്ചിട്ട് നമ്മുടെ രാജ്യം, ഇപ്പൊ നമ്മുടെ രാജ്യം ഇന്ത്യയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ രാജ്യത്തിന് അഡോപ്റ്റബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ രാജ്യത്തിനായിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഈ IFRSലുള്ള കാര്യങ്ങളും പ്രൊവിഷൻസ് ഒക്കെ പരിഗണിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് അഡോപ്റ്റബിൾ ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നു, ഒരു സ്റ്റാൻഡേർഡ് പ്രിപ്പയർ ചെയ്യുന്നു. അതാണ് IFRS കൺവെർജൻസ് എന്ന് പറഞ്ഞത്. അതായത് IFRS സ്റ്റാൻഡേർഡ്സ് അതുപോലെ ആ സിറ്റീസ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അഡോപ്റ്റ് ചെയ്യുന്നില്ല, അതുപോലെ നമ്മൾ എടുക്കുന്നില്ല. നമ്മൾ നമ്മുടെ രാജ്യത്തിന് അനുസൃതമായിട്ടുള്ള ചില മാറ്റങ്ങളൊക്കെ വരുത്തി, ഡീവിയേഷൻ ഒക്കെ വരുത്തിയതിനു ശേഷം എന്താണ് ഉണ്ടാക്കുന്ന സ്റ്റാൻഡേർഡ്. അപ്പോൾ ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ IFRSനെ ബേസ് ചെയ്തിട്ടാണ് ഈ സ്റ്റാൻഡേർഡ്, അല്ലെങ്കിൽ IFRSന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ സ്റ്റാൻഡേർഡ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നർത്ഥം. അതാണ് IFRS കൺവെർജൻസ് എന്ന് പറയുന്നത്. ഓക്കെ, IFRS അതുപോലെ എടുക്കുകയല്ല, അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ്സ് ക്രിയേറ്റ് ചെയ്യാം. ഇനി അടുത്തത് 9ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഡു യു മീൻ ബൈ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്? ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന ചോദ്യം. എന്താണ്? എ സ്റ്റാറ്റ്യൂട്ടറി നോൺ ഡിസ്ട്രിബ്യൂട്ടബിൾ റിസർവ് into which amount are transferred following the redemption or purchase of a company's own share is used to pay off new shares to be allotted to members as fully paid bonus share and reduce share through reduction of capital. അപ്പോൾ എന്താണ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് എന്നുള്ളതാണ്. നമ്മൾ ഈ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് എന്ന് പറയുന്നത് പ്രിഫറൻസ് ഷെയറിന്റെ ചാപ്റ്ററിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് പ്രിഫറൻസ് ഷെയർ റിഡീം ചെയ്യുന്ന സമയത്ത് ഫേസ് വാല്യൂ പോർഷന് പ്രോഫിറ്റിൽ നിന്നും ഒരു എമൗണ്ട് എടുത്തിട്ടാണ് നമ്മൾ പ്രിഫറൻസ് ഷെയർ റിഡീം ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ ആ റിഡീം ചെയ്യുന്ന എമൗണ്ടിന് ഈക്വൽ ആയിട്ടുള്ള, ഫേസ് വാല്യൂന് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് എന്ന റിസർവ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, ഇത് നോൺ ഡിസ്ട്രിബ്യൂട്ടഡ് റിസർവ് ആണ്. ഇത് ഡിസ്ട്രിബ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു റിസർവ് അല്ല, നോൺ ഡിസ്ട്രിബ്യൂട്ടബിൾ ആണ്. ഇത് നമ്മൾ ഈ റിസർവ് നമ്മൾ ആകെ യൂട്ടിലൈസ് ചെയ്യുന്നത് എപ്പോഴായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ ഒരു മെമ്പേഴ്സിന് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഷെയർ റിഡക്ഷന്റെ സമയത്തൊക്കെയാണ് ഈ ഒരു റിസർവ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ് ദ ട്രീറ്റ്മെന്റ് ഓഫ് ഇൻവെന്ററി ആസ് പെർ IND AS 2. ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 2 അനുസരിച്ച് ഇൻവെന്ററിയുടെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇൻവെന്ററീസ് ആർ ഇനിഷ്യലി റെക്കഗ്നൈസ്ഡ് അറ്റ് ദി ലോവർ ഓഫ് കോസ്റ്റ് ആൻഡ് നെറ്റ് റിയലൈസബിൾ വാല്യൂ. അപ്പോൾ ഇൻവെന്ററീസ് റെക്കഗ്നൈസ് ചെയ്യുന്നത് എന്താണ്? നെറ്റ് റിയലൈസബിൾ വാല്യൂ അല്ലെങ്കിൽ കോസ്റ്റ്, ഇതിൽ ഏതാണോ ചെറുത് അതായിരിക്കും ഇൻവെന്ററി വാല്യൂ ആയിട്ട് നമ്മൾ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 2 അനുസരിച്ച് പരിഗണിക്കുന്നത്. ഓക്കെ, ദ കോസ്റ്റ് ഓഫ് ഇൻവെന്ററി ഇൻക്ലൂഡ് ഇമ്പോർട്ട് ഡ്യൂട്ടി, non-refundable tax, transport and handling cost and any other directly attributable cost. ഇപ്പോൾ കോസ്റ്റ് ഓഫ് ഇൻവെന്ററിയിൽ എന്തെല്ലാം വരും എന്നുള്ളതാണ്. ഇമ്പോർട്ട് ഡ്യൂട്ടി വരും, നോൺ റീഫണ്ടബിൾ ടാക്സ് വരും, ട്രാൻസ്പോർട്ട്, ഹാൻഡ്ലിംഗ് കോസ്റ്റ് ഒക്കെ അതിൽ വരുന്നതാണ്. ലെസ് ട്രേഡ് ഡിസ്കൗണ്ട്, റീബേറ്റ് ആൻഡ് സിമിലർ ഐറ്റംസ്. അപ്പം അതിൽ നിന്നും ട്രേഡ് ഡിസ്കൗണ്ട്, റീബേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത്ര സിമിലർ ആയിട്ട് ഐറ്റംസ് ഒക്കെ നമ്മൾ മൈനസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ദെൻ അബ്നോർമൽ എമൗണ്ട് ഓഫ് വേസ്റ്റ് ആർ എക്സ്ക്ലൂഡ് ഫ്രം ദി കോസ്റ്റ് ഓഫ് ഇൻവെന്ററി. കോസ്റ്റ് ഓഫ് ഇൻവെന്ററിയിൽ നിന്നും അബ്നോർമൽ വേസ്റ്റ് അതുമായി ബന്ധപ്പെട്ട അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഇൻവെന്ററി കോസ്റ്റിന്റെ ഭാഗമായിട്ട് പരിഗണിക്കാറില്ല. നോർമൽ കോസ്റ്റ് പരിഗണിക്കും, അബ്നോർമൽ കോസ്റ്റ് ഒരിക്കലും പരിഗണിക്കില്ല. ഓക്കെ, അപ്പോൾ ഇൻവെന്ററി വാല്യൂഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ആണെന്ത് IND AS 2 എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തത് വാട്ട് ഈസ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്നാൽ എന്താണ്? ആൻസർ നോക്കുക. A cash flow statement is a financial statement that summarizes the amount of cash and cash equivalent entering and leaving a company. ഒരു രാജ്യത്തിന് ഒരു കമ്പനിക്ക് അകത്ത് വരുന്ന ക്യാഷിന്റെയും അല്ലെങ്കിൽ ക്യാഷ് ഇക്വലൻസിന്റെയും ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഷോസ് ദ ചേഞ്ചസ് ഇൻ ക്യാഷ് പൊസിഷൻ ഫ്രം വൺ പീരീഡ് ടു അനദർ. അതായത് ഇത് ക്യാഷ് പൊസിഷനിൽ ഉണ്ടാകുന്ന മാറ്റം എങ്ങനെയാണ് സംഭവിക്കുന്നത് ഒരു പീരീഡിൽ നിന്ന് മറ്റൊരു പീരീഡിലേക്ക്, അതായത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ നിന്നുള്ള ക്യാഷ് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം, ആ മാറ്റത്തിനുള്ള കാരണം എന്താണെന്ന് നമുക്ക് കാണിച്ചു തരും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ദ സ്റ്റേറ്റ്മെന്റ് എക്സ്പ്ലെയിൻ ദി റീസൺ ഫോർ ദി ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ദി എമൗണ്ട് ഓഫ് ക്യാഷ് ബിറ്റ്വീൻ ടു ബാലൻസ് ഷീറ്റ് ഡേറ്റ്. രണ്ട് ബാലൻസ് ഷീറ്റ് ഡേറ്റുകൾക്കിടയിൽ ഉള്ള ക്യാഷിന്റെ വർധനവിന് അല്ലെങ്കിൽ ഡിക്രീസിന് ഉള്ള കാരണം എന്താണ് എന്നുള്ളത് നമുക്ക് കാണിച്ചു തരും ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ദെൻ 12th ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ജനറൽ റിസർവ്? ജനറൽ റിസർവ് എന്ന് പറഞ്ഞാൽ എന്താ ജനറൽ റിസർവ്? എ ജനറൽ റിസർവ് റെഫേഴ്സ് ടു ദ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ദാറ്റ് എ കമ്പനി സെറ്റ് അസൈഡ് ഇൻ ദി ഫോം ഓഫ് റിസർവ് ടു മീറ്റ് ഫ്യൂച്ചർ അൺസർട്ടനിറ്റീസ് ഓർ അൺഎക്സ്പെക്ടഡ് എക്സ്പെൻസസ്. ജനറൽ റിസർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനി പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വെക്കുന്ന
ഒരു ഫണ്ടാണ്. ഓക്കെ, ഭാവിയിൽ വരാൻ സാധ്യതയുള്ള എന്ത് അൺസെർട്ടൈൻ, നമ്മൾ പ്രതീക്ഷിക്കാത്ത അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിക്കുന്ന എക്സ്പെൻസസുകൾ അല്ലെങ്കിൽ അൺസെർട്ടനിറ്റീസ് മീറ്റ് ചെയ്യുവാൻ വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്ന ഒരു എമൗണ്ട് ആണ് ജനറൽ റിസർവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ ഫിനാൻഷ്യൽ സ്ട്രാറ്റജി ടു ബിൽഡ് അപ്പ് റിസർവ് ഫണ്ട് ദാറ്റ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് വെൻ നീഡഡ്. ഒരു കമ്പനിയുടെ ഒരു ഫിനാൻഷ്യൽ സ്ട്രാറ്റജിയുടെ ഭാഗമാണ് എന്ത് ഈ റിസർവ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പ്രൊവൈഡിങ് ദി കമ്പനി വിത്ത് എ ഫിനാൻഷ്യൽ കോഷൻ ഫോർ അൺഫോർസീൻ ചലഞ്ച് ഓർ ഓപ്പർച്യൂണിറ്റീസ്. അപ്പം ഒരു എന്താണ് ഒരു അൺഫോർസീൻ ആയിട്ടുള്ള നമുക്ക് കാണാൻ നമുക്ക് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ചലഞ്ചസും ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ എന്താണ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ജനറൽ റിസർവ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, വാട്ട് ഡു യു മീൻ ബൈ റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ? റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കുക. ഇഫ് ഡിബഞ്ചേഴ്സ് ആർ redeemed ഔട്ട് ഓഫ് ക്യാപിറ്റൽ, നോ എമൗണ്ട് ഓഫ് divisible പ്രോഫിറ്റ് ഈസ് kept aside ഫോർ redeeming debentures. റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റിഡംഷൻ നമുക്ക് ക്യാപിറ്റലിൽ നിന്നും പ്രോഫിറ്റിൽ നിന്നും ചെയ്യാം. അതിലൊരു മെത്തേഡാണ് റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പ്രോഫിറ്റിൽ നിന്നും ഒരു എമൗണ്ട് പോലും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഡിവിസിബിൾ പ്രോഫിറ്റിൽ നിന്നും ഒരു എമൗണ്ട് പോലും മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, under this method profit is used for the redemption of debenture. Under this method profit is not used for redemption of debenture. ഈ മെത്തേഡ് അനുസരിച്ചിട്ട് റെഡീം ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രോഫിറ്റ് ഉപയോഗിക്കുന്നില്ല. ഓക്കെ, റിഡംഷൻ ഔട്ട് ഓഫ് ക്യാപിറ്റൽ റെഡ്യൂസ് ദി ലിക്വിഡ് റിസോഴ്സസ് അവൈലബിൾ ടു ദി കമ്പനി. ഒരു കമ്പനിക്ക് അതിൽ അവൈലബിൾ ആയിട്ടുള്ള ലിക്വിഡ് റിസോഴ്സസ് കുറയാൻ എന്ത് ഇടയാക്കും, ക്യാപിറ്റലിലൂടെയുള്ള റിഡംഷൻ ഇടയാക്കും. ഓക്കെ, ഇനി അടുത്തത് 14ാമത്തെ ക്വസ്റ്റ്യൻ. From the given information, calculate gross margin sales. നമുക്ക് തന്നിട്ടൊരു ഇൻഫർമേഷൻ വെച്ചിട്ട് ഗ്രോസ് മാർജിൻ സെയിൽസ് എത്രയാണ് അല്ലെങ്കിൽ ഗ്രോസ് മാർജിൻ എത്രയാണ് എന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. നമുക്ക് തന്നിട്ട് ഇൻഫർമേഷൻ വെച്ചിട്ട് കാൽക്കുലേറ്റ് ഗ്രോസ് മാർജിൻ. തന്നിട്ട് ഇൻഫർമേഷൻസ് സെയിൽസ് ഉണ്ട് 5,20,000, സെയിൽസ് റിട്ടേൺ ഉണ്ട് 20,000, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഉണ്ട് 4 lakh. ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഗ്രോസ് മാർജിൻ മീൻസ് അല്ലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ്. ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്, സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. ഇവിടെ സെയിൽസ് എന്ന് പറയുന്നത് 5,20,000 ആണ്. അപ്പൊ ആ സെയിൽസ് നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം എന്തുകൊണ്ട്, സെയിൽസ് റിട്ടേൺ ഉണ്ട്. അപ്പൊ നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് എന്ത് ഈ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ ഗ്രോസ് മാർജിൻ കാണാൻ നമ്മൾ ആദ്യം ഗ്രോസ് പ്രോഫിറ്റ് കാണുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഗ്രോസ് മാർജിൻ ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് സെയിൽസ്. ഇവിടെ സെയിൽസ് റിട്ടേൺ ലാസ്റ്റ് കൊടുത്തിട്ടുള്ളത്, അപ്പൊ ആദ്യം ഒരുമിച്ച് ചെയ്താൽ സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ചെയ്യാം. സെയിൽസ് 5,20,000, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 4 lakh, സെയിൽസ് റിട്ടേൺ 20,000. അപ്പൊ 5,20,000 മൈനസ് 20,000 എന്ന് പറയുമ്പോൾ 5 ലക്ഷം മൈനസ് 4 lakh 1 lakh ആയിരിക്കും എന്ത് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രോസ് പ്രോഫിറ്റ് 1 lakh ആയിരിക്കും. ഇനി എന്താണ് നമ്മൾ കാണാൻ പറഞ്ഞത്, ഗ്രോസ് പ്രോഫിറ്റ് പെർസെന്റേജ്, മാർജിന്റെ പെർസെന്റേജ് നമുക്ക് കാണണമെങ്കിൽ എന്താണ്, ഗ്രോസ് പ്രോഫിറ്റ് 1 lakh ഡിവൈഡ് ബൈ എന്താണ് സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ, അല്ലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽ ഇൻറ്റു 100. അപ്പം 1 lakh ഡിവൈഡ് ബൈ എത്രയാ, 5,20,000 20,000 മീൻസ് 1 lakh ഡിവൈഡ് ബൈ 5 lakh ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഒരു എമൗണ്ട് കിട്ടും. അത് ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പെർസെന്റേജ് കിട്ടും. അപ്പൊ 20% ആണ് നമുക്ക് ഗ്രോസ് മാർജിൻ ഇവിടെ വരുന്നത്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇക്വേഷൻസ് ഓർമ്മ ഉണ്ടായാൽ മതി. ഇത് റേഷ്യോ അനാലിസിസ് എന്ന ചാപ്റ്ററിൽ നിന്നും ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 15ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എക്സ് ഇൻട്രസ്റ്റ്? എക്സ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ഇൻട്രസ്റ്റ് മീൻസ് എക്സ്ക്ലൂഡഡ് ഇൻ ഇൻട്രസ്റ്റ്. അതാണ് എക്സ് ഇൻട്രസ്റ്റ് മീൻസ് ദാറ്റ് ദ കൊട്ടേഷൻ ഫോർ ദി പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് സെക്യൂരിറ്റീസ് എക്സ്ക്ലൂഡ് ദി ഇൻട്രസ്റ്റ് ആൻഡ് ഫോർ റെക്കോർഡിംഗ് പർപ്പസ് ഇൻട്രസ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ് ആൻഡ് ആഡഡ് സെപ്പറേറ്റ്ലി ഫോർ ദി കൊട്ടേഷൻസ്. അതായത് നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്നും ഷെയർ വാങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ സെയിൽ ചെയ്യുന്ന സമയത്തോ എന്താണ് ആ സെയിൽസ് പ്രൈസിൽ അല്ലെങ്കിൽ പർച്ചേസ് പ്രൈസിൽ കൊട്ടേഷൻ പ്രൈസിൽ എന്താണ് ഇൻട്രസ്റ്റിന്റെ പോർഷൻ, അതായത് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കുക ഒരു 6 monthോ അല്ലെങ്കിൽ 1 year കൂടുമ്പോഴായിരിക്കും അല്ലെ. ഇപ്പൊ ഏപ്രിലിൽ ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് പിന്നെ അടുത്ത കൊടുക്കുന്നത് ഡിസംബറിലായിരിക്കും. അപ്പോൾ ആ ഒരു ഇതിനിടയ്ക്ക് ഏതെങ്കിലും ഇൻ ബിറ്റ്വീൻ ഡേറ്റിൽ പർച്ചേസ് നടക്കുമ്പോൾ ആ സമയം വരെ, നേരത്തെ ഇൻട്രസ്റ്റ് കൊടുത്ത സമയം മുതൽ പർച്ചേസ് നടത്തുന്ന സമയം വരെയുള്ള ടൈമിലേക്ക് എന്തെങ്കിലും പേയ്മെന്റ് നടത്തുമോ, ഇൻട്രസ്റ്റിന്റെ ഒരു പേയ്മെന്റ് നടത്തണമല്ലോ. അപ്പൊ ആ ഇൻട്രസ്റ്റ് എമൗണ്ട് പർച്ചേസ് പ്രൈസിൽ ഇൻക്ലൂഡ് ആണ് എങ്കിൽ അതിനെ കം ഇൻട്രസ്റ്റ് എന്ന് പറയും. ആ ഇൻട്രസ്റ്റ് എമൗണ്ട് പർച്ചേസ് പ്രൈസിൽ ഇൻക്ലൂഡഡ് അല്ല എങ്കിൽ അതിനെ എക്സ് ഇൻട്രസ്റ്റ് എന്ന് പറയും. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് ഇത് പർച്ചേസ് പ്രൈസിൽ ഇൻട്രസ്റ്റ് ഇൻക്ലൂഡ് ആയിരിക്കില്ല, പക്ഷെ റെക്കോർഡിംഗ് പർപ്പസിൽ എന്താണ് ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ കാണിക്കുകയും ചെയ്യും.
ഓക്കെ, ഇതാണ് എക്സ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രീവിയസ് കഴിഞ്ഞ വർഷം BBA കോർപ്പറേറ്റ് അക്കൗണ്ടിങ് സ്റ്റുഡൻസിന് മെയിൻ എക്സാമിൽ ചോദിച്ചിട്ടുള്ള പാർട്ട് എയിലെ 15 ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസറുമാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻസും ആൻസറും നമുക്ക് ഡിസ്കസ് ചെയ്യാം. തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.